വളയം പിടിക്കുന്ന വളയിട്ട കൈകൾ ഏറെ നമ്മൾ മലയാളികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ വളയിട്ട കൈകൾ ഇത്തിരി വ്യത്യസ്തമാണ്. 74-ാം വയസ്സിലും 12-ൽ പരം തരം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്ന മണിയമ്മ ദ ഡ്രൈവർ. മണിയമ്മ ആള് നിസ്സാരക്കാരിയല്ല. കേരളത്തിൽ ആദ്യമായി ഹെവി വെഹിക്കിളുകൾ പഠിപ്പിക്കുവാനുള്ള ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസ് സ്വന്തമാക്കിയ ആദ്യ വനിതയാണ്. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ മലയാളി വനിത. ഏറ്റവും പ്രായം കൂടിയ 12-ലധികം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രായമേറിയ വനിതയാണ് മണിയമ്മ. A to Z ഡ്രൈവിംഗ് സ്കൂളിൻ്റെ A to Z ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ തേരാളി കൂടിയാണ് മണിയമ്മയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങൾ പ്രേക്ഷകർക്കൊപ്പം പങ്കുവയ്ക്കുന്നത്. അതെ, മണിയമ്മ ദ ഡ്രൈവർ. നമസ്കാരം. എങ്ങനെയാണ് 74 വയസ്സിലും ഊർജ്ജസ്വലയായി JCB പറത്തുന്നു, ട്രെയിലർ പറത്തുന്നു, വിമാനം കിട്ടിയാലും കൂടി ഓടിക്കുന്ന ഞങ്ങൾക്ക് തോന്നുന്നത് ആ പവർ കാണുമ്പോൾ? സാഹചര്യം വന്നപ്പോ ഇതിലോട്ടായി, അതിപ്പോ എൻജോയ് ചെയ്ത് കാര്യങ്ങൾ പോണു. ഈ കേരളത്തിലെ ആദ്യത്തെ ഹെവി ഡ്രൈവിംഗ് സ്കൂള് മണിയമ്മയുടെ പേരിലാണ്. അതെ അതെ. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് ഹെവി ഡ്രൈവിംഗ് സ്കൂളിന് സാങ്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമായിരുന്നു. അത് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ അതിന് ഓരോ ബ്രാഞ്ചസ്, ചേർത്തല, കൊച്ചി ഒക്കെ ആയിട്ട് ബ്രാഞ്ചസ് തുടങ്ങി. അപ്പോൾ ഞാൻ ചേർത്തലയിലാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോയി ടെസ്റ്റ് കൊടുത്ത് ലൈസൻസ് ഒക്കെ എടുത്തത്. എത്രാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നത്? കാറ് പഠിക്കുന്നത് 1981 31-ാമത്തെ വയസ്സിൽ. ഒരു പച്ച കളർ അംബാസഡർ കാർ. ഞങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്. ഞാനും ആദ്യമായിട്ട് ഓടിച്ചത് KLB 4169 അംബാസഡർ കാറാണ്. ഓക്കെ, അപ്പം ഈ ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിപ്പിച്ചത് ആരാ? പഠിപ്പിച്ചത് ഹസ്ബൻഡ് പകർന്നു തന്ന ഒരു ഊർജ്ജമാണ് ഇപ്പോഴും. അന്നേരം നല്ല പേടിയും കാര്യങ്ങളും, അന്നേരം ഒന്നും അത്ര അധികം വണ്ടിയൊന്നും ഓടിച്ചിട്ടൊന്നുമില്ല. അത്യാവശ്യത്തിന് പഠിച്ച് ലൈസൻസ് എടുത്ത് അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പൊ എല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് ഈ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച് പുറത്തു പോയിട്ടുണ്ട്. അപ്പൂപ്പൻ മകൻ ഇപ്പൊ കൊച്ചുമക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോട് പറഞ്ഞു. അങ്ങനെ ഈ പഠിപ്പിച്ച അപ്പൂപ്പന്മാരുടെ കൊച്ചുമക്കളൊക്കെ പഠിക്കാൻ വരുമ്പോ എന്താ തോന്നുന്നത്? അല്ല, അവര് ആ ഒരു കെയർ ഓഫിലാണ് വന്നത്. എന്ന് വെച്ചാ അപ്പൂപ്പൻ ഇവിടെയാണ് പഠിച്ചത്, അച്ഛൻ ഇവിടെയാണ് പഠിച്ചത്, എൻ്റെ ചെറുമകനാണ് എന്ന് പറഞ്ഞ് അപ്പൂപ്പന്മാരായിരിക്കും മിക്കവാറും കൊണ്ടുവരണത്. അവർക്ക് ആ ഒരു ഹാപ്പിനെസ് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് വന്ന് അത് പഠിച്ചിട്ട് അത് സക്സസ് ആയി എന്ന് തോന്നിയാലല്ലേ നമ്മൾ വീണ്ടും അവിടെ ചെല്ലുള്ളൂ. ഈ 11 തരം വാഹനങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ലൈസൻസ് ആണ് കയ്യിലുള്ളത്. അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വനിത എന്നാണ് ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡിൽ കയറി, അല്ല ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ കയറി. അപ്പം ആ 11 തരം വാഹനങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? 2 വീലർ, 4 വീലർ, 3 വീലർ, ബസ്, ലോറി, ട്രെയിലർ, JCB, ഫോർക്ക് ലിഫ്റ്റ്, ക്രെയിൻ, എല്ലാം ഓർക്കാതൊന്നുമില്ല. റോഡ് റോളർ, ട്രാക്ടർ, അസാഡസ്, അങ്ങനെയുള്ള എല്ലാ വണ്ടികളും. ഇനി ഒരു വിമാനത്തിന്റെ ഓടിക്കാനുള്ള പൈലറ്റ് ലൈസൻസ് കിട്ടിയ എല്ലാം പൂർത്തിയായി. വിമാനം ഓടിക്കാൻ ആഗ്രഹമുണ്ടോ? ഇല്ല, അത് നടക്കൂല. ഈ പ്രായത്തിൽ ഇനി നടക്കൂല. ഈ റോഡിലിറങ്ങി അഭ്യാസം കാണിക്കുന്നവരോടൊക്കെ എന്താ പറയാനുള്ളത്? അഭ്യാസം കാണിക്കാനുള്ള ഒരു സ്ഥലമല്ല റോഡ്. പല ജീവനും പൊലിയണത് കുറെ അഭ്യാസത്തിന്റെ പുറത്തൊക്കെ. അപ്പം നമ്മളുടെ കാര്യത്തിനാണ് വണ്ടിയായിട്ട് പുറത്തോട്ട് ഇറങ്ങണം. അപ്പം നമ്മൾ ആ കാര്യം സാധിക്കാൻ വളരെ ജാഗ്രതയോടുകൂടി, വളരെ പുറത്ത് പോണ എല്ലാ മനുഷ്യരും, ഇപ്പം എൻ്റെ സ്വന്തമാണെന്ന് എൻ്റെ ഒരു അനിയനെ അല്ലെങ്കിൽ അനിയത്തിയെ അല്ലെങ്കിൽ എൻ്റെ മക്കളെ എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ തയ്യാറാവില്ലല്ലോ. അപ്പോൾ ഓരോരുത്തരും കരുതുക നമ്മുടെ റിലേഷനാണ് ആ പോണത്, അവരെ നമ്മൾ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് കരുതി തന്നെ വേണം പോകാൻ. നമ്മളിവിടെ വരുമ്പോഴേ യാർഡിൽ ഒരുപാട് വണ്ടികളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഇവരൊക്കെ ഇവിടെ പഠിക്കാൻ വരുന്നവരാണ്. അതെ അതെ. എത്ര വണ്ടി ഉണ്ടാവും നമുക്ക് മൊത്തത്തിൽ? വണ്ടികൾ കുറച്ചധികം ഉണ്ട്. 22 സെന്ററുകളിലായി ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു. അപ്പൊ ഇതിനകത്ത് മണിയമ്മയ്ക്ക് വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഏറ്റവും മോശം അനുഭവം ഉണ്ടായത് എവിടുന്നാണ്? അങ്ങനെ ഞാൻ വണ്ടി ഓടിച്ചു പോയിട്ട് എനിക്ക് 2 വീലർ ഓടിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ പുറകെ വന്നവര് പറയും, നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ല, വീട്ടിലിരുന്നൂടെ അങ്ങനെ ചോദിക്കാം. പിന്നെ നമ്മളെന്താന്ന് വെച്ചാ ഇത് റേസിനല്ലല്ലോ പോണം. നമ്മൾ ഇത്തിരി എന്തെങ്കിലും കണ്ടാവുന്ന ചവിട്ടി നിർത്തി അല്ലെങ്കിൽ സ്ലോ ചെയ്ത്, അതൊക്കെ പുറകെ വന്നവർക്ക് ബുദ്ധിമുട്ടാണ്.
അവർക്ക് ഫാസ്റ്റായിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടല്ലേ കാരണം. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ വരുമ്പോഴാണ് അവർ ചീത്ത പറയുന്നത്. അവർക്ക് അറിയില്ലല്ലോ, അവർക്ക് അറിയാവുന്നതിന്റെ അപ്പുറത്ത് ഡ്രൈവിംഗ് അറിയാവുന്ന ആളാണ് നമ്മളെന്നുള്ളത് അവർക്ക് അറിയത്തില്ല. അതെ, മണിയമ്മയെ പോലെയുള്ള സ്ത്രീകൾ നമ്മൾ മലയാളികൾ മാതൃകയാക്കേണ്ടതാണ്. പ്രായമായി എന്ന് കരുതി വീട്ടിലിരിക്കുകയല്ല. പ്രായത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വലിയ സ്ഥാപനത്തിന് സാരഥ്യം അരുളുന്നു. ഒപ്പം മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷനായി അവർക്ക് മുന്നിൽ സന്തോഷത്തോടെ ജീവിച്ചു കാണിക്കുന്നു. മണിയമ്മ ദ ഡ്രൈവർ.